ഐ മിസ്റ്റർ അമൽ മാർട്ടിൻ റൈറ്റ്? അതെ അതെ അതെ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ബോച്ചെ ടീ വാങ്ങി ബോച്ചെ ലക്കി ഡ്രോ കൂപ്പണിലൂടെ 10 ലക്ഷം അടിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വാസം ഇല്ലെങ്കിൽ ആ 10 ലക്ഷം എനിക്ക് തന്നോളൂ. എവിടെ വീട്? അങ്കമാലി. അങ്കമാലി. ആ ഹാ. എന്താ ചെയ്യണേ? ഞാന് നേഴ്സാ. നേഴ്സാണ്. അതെ. അപ്പോൾ ഈ 10 ലക്ഷം അടിച്ച കഴിക്ക് ഇനി നേഴ്സ് പണി നിർത്തുമോ? എന്നിട്ട് വല്ല കച്ചവടത്തിന് പോവോ? അപ്പോൾ ഇന്നത്തെ ഉറക്കം പോയി അല്ലേ? ഇനിയിപ്പോ പ്ലാൻ ചെയ്യാം. എന്നാ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അതോ സുഖമായിട്ട് കിടന്നുറങ്ങുമോ? സുഖമായിട്ട് കിടന്നുറങ്ങാനാ പ്ലാൻ. നേഴ്സാവുമ്പോൾ മരുന്നൊക്കെ കഴിക്കാൻ അറിയാലോ അല്ലേ? മരുന്നൊക്കെ കാണുമല്ലോ കയ്യിൽ. എന്ത് മരുന്നാ സാറിന് വേണ്ടത്? കല്യാണം കഴിച്ചോ? ഓ ഇല്ലില്ല, അതിനൊന്നും പ്രായമായിട്ടില്ല. പ്രായമായിട്ടില്ല അല്ലേ? അത് അവിടുത്തെ ഇപ്പൊ അതിന് ലോണൊക്കെ തീർക്കണം. അതിന്റെ അല്ല, പരിപാടിയൊക്കെ ആയിട്ട്. അതിനൊന്നും പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ എന്തിന് പ്രായമായിട്ടില്ല? എന്തിനൊക്കെ? എനിക്ക് മെച്ചൂരിറ്റി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ അങ്ങനെ. കല്യാണം കഴിക്കാൻ വയസ്സെത്രയായി? എനിക്ക് 24. മെച്യൂരിറ്റി വന്നില്ല 24ലും. ഇനി എന്ന് വരാനാ? പ്രായപൂർത്തിയൊക്കെ ആയില്ലേ? ഇപ്പൊ വന്നില്ലെങ്കിൽ ഏത് കാലത്ത് വരാനാണ്? അതൊക്കെ വരുമായിരിക്കും. ബോച്ചേട്ടി ഷോറൂം ഇടോ? നമുക്ക് അതിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. ബോച്ചേട്ടി ഫ്രാഞ്ചൈസി ഉണ്ട്. ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഷോറൂം. എവിടെ വർക്ക് ചെയ്യണ നേഴ്സായിട്ട്? ഏത് ഹോസ്പിറ്റലാ? ഞാൻ ഇവിടെയല്ല, ഞാൻ പുറത്താ വർക്ക് ചെയ്യുന്നത്. എവിടെ? ഞാൻ കാനഡ. കാനഡ. അയ്യോ, നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടിരിക്കണം. അപ്പോൾ വേണ്ട, അവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ. ആണോ? അവിടെ ശമ്പളമൊക്കെ ഇല്ലേ? കാനഡയിലൊക്കെ ഭയങ്കര സാലറിയും. എല്ലാവരും അവിടെ പോയി സെറ്റിൽ ചെയ്യല്ലേ കല്യാണമൊക്കെ കഴിച്ചിട്ട്? ഇപ്പൊ കാനഡയിലാണോ? അല്ലല്ല, ഞാനിവിടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ. ഇതിപ്പോ എങ്ങനെ fijicard.com-ലൂടെയാണോ അതോ bochetti.com-ലൂടെയാണോ പർച്ചേസ് ചെയ്തത്? ചെയ്തല്ലേ? ഓൺലൈനാണ് ചെയ്തത് അല്ലേ? ഓക്കെ. ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചോ? ഓക്കെ. ഇത് പഠിച്ചത് ഇന്നത്തെ ആണല്ലോ അല്ലേ? 10:30 അടിച്ചത്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അപ്പനമ്മ, അനിയനുണ്ട്, പിന്നെ ഒരു അമ്മൂമ്മയുണ്ട്. ഓക്കെ. കാനഡ. ഞാനിവിടെ സാറല്ല ബോച്ചെ. ഞാൻ ഇവിടെ കോഴിക്കോടാണ് എന്നുള്ളത്. ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് അതിന്റെ കുറെ തിരക്കുകളും ഇനിയിപ്പം കുറെ സ്വീകരണങ്ങളൊക്കെ അല്ലേ എല്ലായിടത്തും, കേരളം മുഴുവൻ. പിന്നെ കുറെ രാജ്യങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട്. കാനഡയിൽ വിളിച്ചിട്ടുണ്ട് മലയാളി അസോസിയേഷൻ, അങ്ങനെ പല ഭാഗത്തും. പക്ഷെ അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല. ഉള്ള സ്ഥലങ്ങളിൽ അടുത്തുള്ളിടത്ത് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് അവരുടെ ഒരു സ്നേഹം നമുക്കും നമ്മുടെ ഒരു സ്നേഹം അവർക്കും കൊടുത്ത് പങ്കിടുക. കുറച്ചൊരു പോസിറ്റീവ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ ഭാഗമാണ് ഈ ടീം. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് ചെയ്താണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ഒരു 10 ലക്ഷം വരുന്നുള്ളത്. എത്ര പാക്കറ്റ് ടിക്കറ്റ് വാങ്ങി? എനിക്ക് തോന്നുന്നു 10-20 അങ്ങാണ്ട് മേടിച്ചു. 20 പാക്കറ്റ്. അപ്പൊ 20 ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടിയില്ലേ? ശരി. അപ്പൊ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട്? നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? ഈ നമ്പറിൽ കിട്ടും. തിരക്കാണെങ്കിൽ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ പിയാണ് ആള് എനിക്ക് മെസ്സേജ് തരും. അങ്ങനെ നോക്കാം. എനിവേ, എന്തായാലും ചായപ്പൊടി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. കോടീശ്വരനാവും, നിർത്തണ്ട. അങ്ങനെയൊന്നുമില്ല. ഇന്നലെ തന്നെ എത്ര പേർക്ക് 10 ലക്ഷം അല്ല, 13,704 പ്രൈസാണ് ഡെയിലി ക്യാഷ് പ്രൈസ്. അപ്പോൾ അതിൽ 25,000, 10,000, 5,000 അങ്ങനെ 1,000 ഒക്കെ ഉണ്ട്. ചെറിയ പ്രൈസുകൾ 500 ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രയോ ഇന്നലെ 2 പ്രാവശ്യം അടിച്ച ഒരാളെ ഞാൻ കണ്ടു. ഞാൻ ഇന്നലെ ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ 7,000-ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര്, ഞാൻ കുറേ സെയിൽ ചെയ്തു. അവസാനം ആൾക്കാരും തിങ്ങിക്കൂടിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു ഓടുന്നു. പക്ഷെ അവിടെ അടിച്ചിട്ടുള്ള ഒരാളെ രാത്രി 2 എണ്ണം അടിച്ച ആളെ കണ്ടു ഞാൻ.
അടിപൊളി ആ അടിപൊളി. പിന്നെ ഇന്നലെ അടിച്ചത് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് ആ ആ ആ. ആ മാവേലിക്കരയുള്ള. നിങ്ങളപ്പോ അമേരിക്കയിലെ 8,000 കോടി രൂപയുടെ ലോട്ടറി എടുക്കണം കേട്ടോ, മറക്കാണ്ട് പോയിട്ട്. ഞാൻ അതോടെ എടുത്തിട്ടുണ്ട്, ഒരു ഗുണമില്ല സാർ. ഇല്ലേ? ശരി. ആ അങ്ങനെ നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ, ജീവിത സാഹചര്യം വെച്ച് അങ്ങനെ നടക്കില്ല. എനിവേ ഗുഡ് ലക്ക്, കൺഗ്രാറ്റുലേഷൻസ്. പറ്റിയാൽ കാണാം, നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഞാനിവിടെയാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയെങ്കിലും ഉള്ളപ്പോൾ വന്നാല് നമുക്ക് നേരിട്ട് തരാം പൈസ, കാണുകയും ചെയ്യാലോ. കുറെ കാനഡ വിശേഷങ്ങളൊക്കെ അറിയാലോ. അവിടുത്തെ വൈബൊക്കെ എങ്ങനെയുണ്ട്, കാനഡ വൈബൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നമുക്ക് സംസാരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും കേട്ടോ. അയ്യോ, അതിനു മുമ്പ് കാശ് വാങ്ങി പോണേ. വാങ്ങിയില്ലേ ഞാൻ നേരെ വോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇട്ടിട്ട് ഈ വരാത്ത ആൾക്കാർക്കൊക്കെ വിളിച്ച് സമയത്ത് എത്തിയില്ലെങ്കിൽ വോച്ച് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇട്ടിട്ട് ചാരിറ്റി കൊടുക്കും. നമുക്ക് എപ്പോഴാ വന്ന് മേടിക്കാൻ പറ്റും? ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ പി എ വിളിക്കും കേട്ടോ. അപ്പോൾ അവന് ഒരു 18-ന് ശേഷം ഉണ്ടാവും തൃശ്ശൂർ ഭാഗത്ത്, അതാവും കുറച്ച് എളുപ്പം. അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നോളൂ, ഞാൻ ഈ മലബാറിലുണ്ടാവും. കോഴിക്കോട്, വയനാട് ഇങ്ങനെ ഭാഗത്തായിട്ടുണ്ട് 2 ദിവസം. തൃശ്ശൂര് 22-ന് വരുന്നില്ല, തൃശ്ശൂര് ആണ് അല്ലേ? ഞാൻ 23 വരെ ഉണ്ട്, 18 കഴിഞ്ഞ്. അപ്പൊ 22-ന് വാങ്ങിയിട്ട് എന്താ കാര്യം? കാശൊക്കെ അടിച്ച് പൊളിച്ച് ചെലവാക്കണ്ടേ നമുക്ക്? അപ്പൊ ഒരു ദിവസം കൊണ്ട് കാനഡയിൽ പോകുമ്പോ ഈ കാശ് എന്ത് ചെയ്യും? എന്താ ചെയ്യാ? വീട്ടിൽ കൊടുക്കും. കുടുംബമൊക്കെ നോക്കണ ആളാണ്, സ്നേഹമുണ്ട് കുടുംബത്തിന് അല്ലേ? ഇല്ലേ അല്ലേ? വീട്ടിലാരൊക്കെ ഉള്ളേ? അപ്പൻ, അമ്മ, എന്ത് ചെയ്യുന്നു? അനിയൻ പഠിക്കുകയാണ്. അമ്മയ്ക്ക് ജോലിയുണ്ട്, അപ്പൻ ജോലിയില്ല. അപ്പൊ എന്തായാലും കാണാം. See you soon. സുഖമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ. Conquer the world with love. Love you everybody. Your own boy. Yeah.